നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്തിനെ പറ്റിയിട്ടാണ്. അതായത് ഞാനിപ്പം നമ്മുടെ ഐഫോൺ 50 സീരീസ് എടുത്തിട്ട് 1 ഇയർ തികയുവാണ്. അപ്പോൾ എൻ്റെ ഒരു ബാറ്ററി ഹെൽത്ത് ഏകദേശം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഫോക്കസ് ആയോ എന്നറിയത്തില്ല. ജസ്റ്റ് എന്നാലും ഞാൻ ഒന്ന് പറയാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കാം. അപ്പം നമ്മുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞത് 90% ആയി, അതായത് 10% കുറഞ്ഞു. അതുപോലെ തന്നെ സൈക്കിൾ എന്ന് പറയുന്നത് 342 സൈക്കിളുമായി. ജൂൺ 23-ലാണ് ഇത് മാനുഫാക്ചർ ചെയ്തത്. സെപ്റ്റംബർ 23-ലാണ് 2023-ലാണ് ഇത് ഫസ്റ്റ് യൂസ് ചെയ്തത്, അതായത് എടുത്തു തന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ആ ലോഞ്ച് ആയ ഡേറ്റ് തന്നെ. അപ്പോൾ ഞാനിതിൻ്റെ ബാറ്ററി ഹെൽത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയാം ബാറ്ററി ഹെൽത്ത് കുറയുന്നുണ്ടെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ അറിയാം. പക്ഷേ എൻ്റെ യൂസേജ് എന്ന് പറയുന്നത് വീഡിയോ വ്ളോഗിങ് ഒക്കെ ആയതുകൊണ്ട് ബാറ്ററി ഹെൽത്ത് കുറയും. വെച്ചാൽ കണ്ടിന്യൂസ് സൈക്കിൾ കൂടുന്നുണ്ട്. ഞാനിത് ചാർജ് ഒപ്റ്റിമൈസേഷൻ ഒന്നും ഇടാതെ കൊണ്ട് യൂസ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ ഫുൾ ചാർജ് എടുക്കുന്നു, ഒരു വീഡിയോ എടുക്കാൻ പോകുന്നു, അത് ഒരു ഏകദേശം 20% ആകുമ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ചില ഷോപ്പുകളിലൊക്കെ കയറി കുത്തിയിടുന്നു, ഒരു 40% 50% ആക്കുന്നു, പിന്നെയും വീഡിയോ എടുക്കുന്നു, അങ്ങനെ വരുന്നു, വീഡിയോ എഡിറ്റ് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എനിക്കറിയാം ബാറ്ററി കുറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാം. പിന്നെ ബാറ്ററി മാറുമല്ല, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സർവീസ് സെൻ്ററുള്ളൊരു സുഹൃത്ത് പറഞ്ഞു, ബാറ്ററി ഹെൽത്ത് കുറഞ്ഞാൽ വില കുറയുന്നത് മാത്രമല്ല പ്രശ്നം, അതായത് ഒരു 80 അല്ലെങ്കിൽ 75-ലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് സ്ലോ ആകാൻ തുടങ്ങും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. നിനക്കിത് വിൽക്കുമ്പോൾ നിനക്ക് വില കിട്ടുകയില്ല എന്നുള്ള പ്രശ്നമല്ല, അല്ലെങ്കിൽ ബാറ്ററി മാറിയിടുക എന്നുള്ള പ്രശ്നമല്ല. 70 കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ യൂസേജ് മുഴുവൻ ഫോൺ ഹാങ്ങും സ്ലോയും ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഐഫോണിനെ കുറ്റം പറയാൻ തുടങ്ങും. അങ്ങനെ ഒരു അവസ്ഥ വരരുത്. വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ അതിൻ്റെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഇട്ട് യൂസ് ചെയ്യുക. ഞാൻ അതിന് ശേഷം കാണാമോ എന്നറിയത്തില്ല, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. അതിനുശേഷം ഞാൻ ഒപ്റ്റിമൈസേഷൻ ഇട്ടു. പക്ഷേ ഒപ്റ്റിമൈസേഷൻ ഇട്ട് കഴിഞ്ഞാലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സൈക്കിൾ കൗണ്ട് കൂടുന്നില്ല. അത് ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസമായിട്ട് ഞാൻ സൈക്കിൾ കൗണ്ട് കൂടുന്നില്ല. അതായത് ഒപ്റ്റിമൈസേഷൻ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒപ്റ്റിമൈസേഷൻ ഇട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 80% ചാർജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. അതിന് മുകളിലേക്ക് ചാർജിങ് പോകുന്നില്ല. അതായത് ബാറ്ററി ഈ ലിഥിയം അയൺ ബാറ്ററികൾ യൂസ് ചെയ്യുന്ന ബാറ്ററികൾക്കെല്ലാം തന്നെ, അതായത് നമ്മുടെ ഫോണിൻ്റെ അകത്ത് അതെ, നമ്മുടെ ക്യാമറ ബാറ്ററി അതെ, അങ്ങനെ എല്ലാ തന്നെ ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്യുന്ന എല്ലാത്തിലും സൈക്കിൾ കൗണ്ട് വെച്ചാണ് ഇതിൻ്റെ ബാറ്ററി വാറണ്ടി, അതായത് ബാക്കപ്പ് ഇട്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈക്കിളായി, അതുപോലെ 0 തൊട്ട് സൈക്കിളായി. അതുപോലെ തന്നെ കുറവാണെങ്കിൽ ഏറ്റവും 20 താഴോട്ട് പോയി കഴിഞ്ഞാലും ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. 80 മേളിലേക്ക് പോയി കഴിഞ്ഞാലും ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പം അത് ഇത്ര സൈക്കിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പവർ കുറഞ്ഞ് വരും. അതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പം അങ്ങനെയുള്ള ബാറ്ററി നമ്മളിപ്പം നോർമലായിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. വെച്ചാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ കപ്പാസിറ്റി കുറഞ്ഞിട്ട് നമുക്ക് ബാറ്ററി നമ്മുടെ മൊത്തത്തിൽ ഇതിൻ്റെ എഫിഷ്യൻസി, അതായത് നല്ല എഫിഷ്യൻസി നമുക്ക് ഒരിക്കലും നമ്മുടെ ഫോണിന് ഇലക്ട്രോണിക് പ്രോഡക്റ്റിന് കിട്ടത്തില്ല. അതായത് നമ്മുടെ ഫോണാണെങ്കിൽ അതെ, ലാപ്ടോപ്പ് ആണെങ്കിൽ അതെ, ഇപ്പോൾ അങ്ങനെ ഏതിനാണെങ്കിലും നല്ല പവറുള്ള ബാറ്ററി യൂസ് ചെയ്താലുള്ള അതിൻ്റെ ഫുൾ കപ്പാസിറ്റി എല്ലായിടത്തേക്കും വരത്തുള്ളൂ. ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് ഒരു 75, 80, 60 ഒക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ ഹാങ് ആകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒപ്റ്റിമൈസേഷൻ ഇട്ടോ എന്ന് സുഹൃത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒപ്റ്റിമൈസേഷൻ ഇട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മ എനിക്ക് വരുന്നുണ്ടെന്ന് വെച്ചാൽ വ്ളോഗിങ്ങിനൊക്കെ ചിലപ്പോൾ 80% ഇട്ട് വീഡിയോസ് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ചിലപ്പം ബാറ്ററി പെട്ടെന്ന് ഇറങ്ങുമല്ല വെച്ചാൽ 20% കുറവല്ലേ. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ 70-60 ഒക്കെ ആകും. കുറച്ച് നേരം നല്ല രീതിയിൽ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഒരു 40 ഒക്കെ ആകും. എന്ന് വെച്ചാൽ ഫുൾ നല്ല കപ്പാസിറ്റി കിട്ടുന്നില്ലാത്തതുകൊണ്ട് 40 ഒക്കെ ആകും. പിന്നെ നമ്മൾ കുത്തിയിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഏതായാലും ഉണ്ട്. നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുന്നവർ ഈ ഒപ്റ്റിമൈസേഷൻ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ കൗണ്ട് കുറയാതിരിക്കും. ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്താലേ ഉള്ളൂ ബാറ്ററി ഫുൾ കപ്പാസിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഐഫോൺ 50 സീരീസ് എന്നുള്ളത് തന്നെയല്ല, ഏത് സീരീസ് എടുത്താലും ബാറ്ററി ചാർജ് നിൽക്കുന്നുണ്ടോ എന്നാണ് എല്ലാവരുടെയും സംശയം ചോദിക്കുന്നത്. അത് ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വെച്ചാൽ ഓഫീസ് പർപ്പസോ അല്ലെങ്കിൽ ഒരു നോർമൽ യൂസേജ് ആണെങ്കിൽ ബാറ്ററിയൊക്കെ ചാർജ് നല്ല രീതിയിൽ നിൽക്കും. പിന്നെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ റഫ് യൂസ്, ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഫുൾ ടൈം ഇരുന്ന് റീല് കാണുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ചാർജ് ക്രമാതീതമായിട്ട് കുറയും. വെച്ചാൽ ബാക്കി കൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീല് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്പീക്കറും എല്ലാം വർക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓണാക്കി യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാണ്, അല്ല വീഡിയോ എടുക്കുമ്പോൾ 4K വീഡിയോ ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ബാറ്ററി വലിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ബാറ്ററി വലിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചാർജ് കുറഞ്ഞും പോകുന്നുണ്ട്. നോർമലായിട്ട് നമ്മളൊരു കോൾ ചെയ്യുക അങ്ങനെയൊക്കെയാണ്, ഒരു ഓഫീസിൽ വരുന്നു അങ്ങനെയാണെങ്കിൽ
വൺ ഡേ മിച്ചം ബാക്കപ്പ് കിട്ടും. ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചാർജ് ഇറങ്ങും, ഹാഫൊക്കെ ആകും, പെട്ടെന്ന് ചിലപ്പോൾ 30ലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെയും ചിലപ്പോൾ ഓഫീസിലൊക്കെ കൊണ്ട് കുത്തേണ്ടതായ അവസ്ഥ വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പോകുന്നത്. അപ്പം ഏകദേശം ഇത്രയൊക്കെ ആണ് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഓക്കെ, താങ്ക് യു.